ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ഏജിംഗ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുകയും ചെയ്യാം. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു 125 വയസ്സാകുമ്പോൾ അദ്ദേഹം ഇപ്പൊ സുന്ദരനായിരിക്കുന്നത് പോലെ അപ്പോഴും സുന്ദരനായിരിക്കും. 125 വയസ്സിൽ ഈ മാറ്റങ്ങളാ, എല്ലാ രംഗത്തും മാറ്റങ്ങളാ. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമെന്താ? നമ്മൾ ഈ മാറ്റം അറിയുന്നില്ല. ഈ ചേഞ്ച് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ 90% ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുമായിരുന്ന ഡിഗ്രി കോഴ്സുകൾ, ആ ഡിഗ്രി കോഴ്സുകൾക്ക് പഠിക്കാൻ ആളില്ല. കാരണം എന്താ? ആ കോഴ്സ് പഠിച്ചിട്ടൊരു കാര്യമില്ല. വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതമായിരിക്കണം, സംശയമില്ല. പക്ഷേ തൊഴിൽ കൂടി കണക്ട് ചെയ്യണം. ലോകത്ത് തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. പാൻഡമിക് സിറ്റുവേഷന് മുമ്പുള്ള തൊഴിലിന്റെ സ്വഭാവമല്ല ഈ കോവിഡ് വന്നതിന് ശേഷമുള്ള തൊഴിലിന്റെ സ്വഭാവം. ഓൺലൈനായിട്ട് വീട്ടിൽ വർക്ക് ഫ്രം ഹോം, കുട്ടികളൊക്കെ വീട്ടിൽ വന്നിരുന്നാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? പണ്ടങ്ങനെയല്ലല്ലോ, അത് മാറി, എല്ലാ സ്വഭാവം മാറും. അപ്പൊ ലോകത്തെ തൊഴിൽ രംഗത്തെ നിരീക്ഷിക്കണം. തൊഴിലിനുണ്ടാകുന്ന സ്വഭാവത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കോഴ്സ് തുടങ്ങിയാൽ അടുത്ത 25 കൊല്ലത്തേക്ക് ആ കോഴ്സിന്റെ സിലബസ് തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? എല്ലാ വർഷവും ചേഞ്ച് ചെയ്യണം, എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യണം.